പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മുടെ അതിഥി സഫിയ നാസറാണ്. നാൽപ്പത് വർഷമായി തയ്യൽ ജോലി ചെയ്യുന്ന ഒരു വനിതയാണ് സഫിയ. നമുക്ക് സഫിയയെ പരിചയപ്പെടാം. നമസ്കാരം മാം. നമസ്കാരം മാഡം. സഫിയ 40 വർഷമായിട്ട് ഈ തയ്യൽ ജോലിയാണ് ചെയ്യുന്നത്. ഈ തയ്യൽ ഇത്ര ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? ഇതിലേക്ക് എങ്ങനെയാണെന്ന് വന്നത്? ആ കഥയൊന്ന് പറയുമോ? ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് എൻ്റെ ഉമ്മ മുഖേനയാണ്. ഉമ്മ പറഞ്ഞൊരു കൈത്തൊഴിൽ പഠിച്ചാൽ മതി, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് വേറൊരു വിദ്യാഭ്യാസത്തിലോട്ട് വിട്ടില്ല. അന്ന് എത്രാം ക്ലാസ് വരെ പഠിച്ചത്? 10ാം ക്ലാസ് പാസ്സാണ്, SSLC പാസ്സാണ്. അപ്പോൾ കോളേജിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. കോളേജിൽ പോകാനൊന്നും താല്പര്യം ഉണ്ടായില്ല രക്ഷകർത്താക്കൾക്ക്. അന്നത്തെ കാലം അതാണ്. അപ്പം അതിൻ്റെ പേരിൽ തയ്യൽ പഠിപ്പിക്കാൻ വിട്ട് ആ ഒരു ജോലി ഇന്നും തുടർന്നു കൊണ്ടു. അന്ന് പഠിച്ച കാലം മുതൽ ഞാൻ തയ്യൽ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ശരി. ഇന്നും ആ തയ്യലിൽ തന്നെ. ഇപ്പം അതുകൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗവും അത് തന്നെയാണ്. തയ്യലിനോട് അത് ചെയ്യണതിൽ എനിക്ക് സന്തോഷമുള്ളൂ, ആസ്വദിച്ച് ചെയ്യാറുണ്ട്. ഇഷ്ടമുള്ളൊരു തൊഴിലാണ്. ഇപ്പം തുന്നൽ ജോലി തുടങ്ങി വെറുതെ ഒരു തുന്നൽ മാത്രമാണോ? അതിപ്പോൾ ചില എന്താ പറയുക, എംബ്രോയിഡറി വർക്ക് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. എംബ്രോയിഡറി ഇല്ല, തുന്നൽ മാത്രമാണ്, സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ് മാത്രമാണ്. അപ്പം എല്ലാ ഡ്രസ്സുകളും തുന്നും? അതോ സ്ത്രീകളുടെ ഡ്രസ്സാണോ തുന്നുന്നത്? എങ്ങനെയാണ്? സ്ത്രീകളുടെയാണ് കൂടുതൽ. പിന്നെ പിള്ളേരുടെ ഷർട്ടുകളൊക്കെ തയ്ക്കും, യൂണിഫോം ഷർട്ട്, നിക്കർ, ചെറിയ പാൻറ്, അതൊക്കെ തയ്ക്കും. വലിയ ആണുങ്ങളുടെ തയ്ക്കാറില്ല. ശരി. അപ്പോൾ ഈ ഇതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പുതിയ ഡ്രസ്സിൽ തയ്ച്ചും തുടങ്ങിയായിരുന്നു. തയ്ച്ചു പുറത്ത് കൊടുക്കാനും തുടങ്ങി അല്ലേ? അതിനുള്ള കട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിരുന്ന ടീച്ചറാണ് എൻ്റെ. പുതിയതിൽ തയ്ക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ടീച്ചറായിരുന്നു. നമുക്ക് 2 സ്ഥലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യം തയ്യൽ പഠിക്കാൻ ചേർന്നെടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിട്ട് എന്നെ അഡ്മിഷൻ എടുത്ത് ടൈപ്പ് റൈറ്റിങ്ങും ഇതിൻ്റെ ഒപ്പം കുറച്ച് പഠിച്ചായിരുന്നു. അത് തീർത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നാട് എവിടെയാണ്? നാട് എടവനക്കാട് എന്ന് പറയും, വൈപ്പിൻ. വൈപ്പിൻ, എടവനക്കാട്. അപ്പോൾ എപ്പോഴാണ് വിവാഹവും ഇതൊക്കെ വരുന്നത്? വിവാഹം കഴിയണത് 1991 സെപ്റ്റംബർ 22-നായിരുന്നു. ശരി. അന്ന് അപ്പോൾ തയ്യല് ജോലി തുടർന്നുകൊണ്ട് പോകാനായും അവർക്ക് താല്പര്യമായിരുന്നു അല്ലേ? എനിക്ക് മെഷീനും വാങ്ങി തന്നെ എൻ്റെ ഉമ്മ. ശരി. ആ മെഷീനിൽ തന്നെ ഞാൻ ഇവിടെ വന്നിട്ടും കുറേ നാൾ തയ്ച്ചായിരുന്നു. ഒരു പഴയ മെഷീനാണ് വാങ്ങി തന്നതെങ്കിലും എനിക്കത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനം ഓർന്നത്. അതിൽ ഞാൻ കുറച്ച് നാൾ ഇന്നത്തെ അത്രയും അങ്ങോട്ട് ഫീൽഡിൽ നല്ലോണം ഇതായിട്ടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ പുതിയ മോഡലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഓരോന്ന് കണ്ട് പിന്നെ എൻ്റെ മക്കള്, എനിക്ക് 2 പെൺപിള്ളേരാണ്, അപ്പൊ അവര് ആ ഫീൽഡിൽ തന്നെ അവരും പോയി. മൂത്തവള് ഡിഗ്രി കഴിഞ്ഞതാണ്, എന്നാലും അവളിപ്പോ എൻ്റെ ഫീൽഡ് തന്നെ അവളും ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തവള് ഫാഷൻ ഡിസൈനിങ് 1 വർഷത്തെ കോഴ്സ് പാസ്സായി, അവളും തയ്ക്കും. മൂത്തവള് ചെയ്യണ അത്ര ഒന്നും അവള് ചെയ്യൂല. രണ്ടുപേരും വിവാഹിതരാണ്. അപ്പൊ കടയൊക്കെ ഉണ്ടായിരുന്നോ തുന്നുന്ന സമയത്ത്? എങ്ങനെയാണ് കട? ഞാൻ 2005-ലാണ് കട തുടങ്ങിയത്. അന്ന് 3-4 വർഷം കടയിലിരുന്നായിരുന്നു. പിന്നെ വീട്ടില് റൂം ശരിയാക്കിയപ്പോ വീട്ടിലേക്ക് പോന്നു. തയ്യൽ കട പിന്നെ വീട്ടിലേക്ക് മാറ്റി അല്ലേ? ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ സഫിയക്ക്? തൊട്ടപ്പുറത്തെ വീട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. വർക്ക് അധികം ഉണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് തരും, ബോട്ടൊക്കെ തയ്ച്ചു തരും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരുമായിരുന്നു. അതിനുള്ള എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. അപ്പം എന്നാലും മുഴുവൻ വർക്കും സഫിയ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. കട്ടിങ്ങും ഇപ്പൊ ചുരിദാറിന് ടോപ്പ് എന്ന് പറയുന്ന പല മോഡലുകളാണല്ലോ വന്നത്. അപ്പൊ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ബോട്ടം എന്നൊക്കെ പറയണ അധികം വർക്ക് തന്നെയില്ല. അപ്പൊ അത് എളുപ്പം ചെയ്യാൻ പറ്റിയതായിരുന്നു, അവരെ കൊണ്ട് ചെയ്യിക്കും. പെരുന്നാള് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോ നല്ല വർക്ക് കിട്ടാറുണ്ട്. യൂണിഫോം ഒക്കെ കിട്ടും? യൂണിഫോം വർക്ക് കിട്ടാറുണ്ട്. ശരി. അപ്പോൾ തുന്നുന്നതില് അവര് കൊണ്ടുതരുന്ന ഒരു മോഡലിൽ തന്നെയാണ് തുന്നുക? അതല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? ഇപ്പോൾ വല്ല ചുരിദാറോ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടത്തിനുള്ളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഡിസൈനിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അവര് കൊണ്ടുവരുന്ന മോഡല് അതിൽ തന്നെ ചെയ്ത് കൊടുക്കും അല്ലേ? ശരി. ഇപ്പൊ തുന്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമ്പോൾ അവർ തുന്നുവാണ്
പാചകമാണെന്ന് പറയും, ഒരു തയ്യൽക്കാരിയാണെന്ന് പറയും, പക്ഷെ അതൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോലിയല്ലേ ഇത്? പിന്നെ നല്ല ടെൻഷൻ ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട്, തുണി നല്ല ക്ഷമ വേണം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് നമ്മളൊരു മോഡല് ചെയ്യണത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് അവർ ഇട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷവും. അതാ ഞാൻ പറഞ്ഞു, അതിലൊരു എന്തെങ്കിലുമൊക്കെ അതിൽ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാല് അത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. ഒരു ഡിസൈൻ നമ്മുടേതായിട്ട് കൂട്ടിച്ചേർക്കുവോ? പിന്നെ ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് അവര് പറയാണിത് നന്നായിട്ട്. ചിലവർക്ക് അവര് പറയണ ഡിസൈൻ വിട്ട് നമ്മളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യണത് ഇഷ്ടപ്പെടില്ല. അവര് പറയണ മോഡലിൽ തന്നെ നമ്മളൊന്നും. അപ്പൊ അങ്ങനെ തുന്നിക്കൊടുക്കും, ഇഷ്ടത്തിന് തുന്നിക്കോ അല്ലെങ്കിൽ അല്ലേ? അങ്ങനെ പറയണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മോഡൽ. ഇപ്പൊ എൻ്റെ അതിനുള്ള ആപ്പ് ഉണ്ട്, ഡ്രസ്സിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മോഡൽ സെലക്ട്, അവര് പറഞ്ഞ് നമുക്ക് തരുമ്പോ നമുക്ക് അതിന്റെ ഒരു ഊഹം വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് മോഡൽ ഇട്ട് കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് കുറെ ഇട്ട് കൊടുക്കുമ്പോ അതിൽ നിന്ന് പറഞ്ഞവർ സെലക്ട് ചെയ്ത് തരും. അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ തുന്നൽ ഇത്രയും കാലമായിട്ട് തുന്നുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? തുന്നിക്കൊടുത്ത് ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അങ്ങനെ? സന്തോഷിക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഡാൻസിന്റെ ഒരു 23 ഞാൻ തുണി പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വന്നേക്കണത് ഒരു മോഡലാണത്. എന്ത് ഡാൻസിന്റെ ആണത്? അത് സ്കൂളില് എന്തോ പരിപാടിയുടെയാണ്. 23 ഡ്രസ് ഉണ്ട്. പല അളവിലായിട്ടാണ്, 10ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പിള്ളേരുടെ. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഓരോ പീസാക്കി ഓരോരുത്തരുടെ അളവിന് തുണി മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നമുക്ക് സമയത്തിന് അത് തീർത്തും കൊടുക്കണം അല്ലേ? അത് അതിനുള്ളിൽ തീർത്ത് കൊടുക്കണം. അത് എങ്ങനെയായാലും എല്ലാവരുടെയും അളവുകൊണ്ട് കൃത്യമായിട്ട് അത് തുന്നി കൊടുക്കണം. പിന്നെ മോളും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ, ഒരു റിസ്ക് ഉള്ള പണിയാണത്. അതെ, പിന്നെ അത് കറക്റ്റ് ആയിരിക്കണമല്ലോ അല്ലേ? അത് നമുക്ക് അവർക്ക് കൊടുത്തു കഴിയുമ്പോ നല്ലതാർന്നെന്ന് കേൾക്കുന്നവരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും. എല്ലാം ശരിയായി തുന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലാണ് നമുക്ക് മുഖത്തിനൊരു സന്തോഷം വരുള്ളൂ. അതുവരെ ഭയങ്കര ടെൻഷനായിരിക്കും. അത് ആര് തയ്ച്ചുകൊണ്ടായാലും അങ്ങനെ തന്നെയാണ്. ഈ തുന്നലല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, വേറൊന്നും ചെയ്യാനില്ല, തുന്നൽ മാത്രമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഭർത്താവ് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, പുള്ളിക്കാരന് സുഖമില്ലാത്തതിനാൽ ഇപ്പൊ കുറച്ചാളായിട്ട് ചെയ്യുന്നില്ല. മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാണ് അല്ലേ? അപ്പൊ ഈ ഒരു തൊഴില് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വരുമാനം കൂടിയാണ് അല്ലേ? അപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നമുക്കറിയാവുന്ന ഒരു സ്കിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടത്ര വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് പല രീതിയിലും. ഞാനിപ്പോൾ വീട്ടിൽ കിട്ടണ വർക്ക് മാത്രമേ ചെയ്യണുള്ളൂ. ചിലവര് ഇത് വെച്ചിട്ട് യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞങ്ങക്ക് ഒരു തയ്യൽ കൂട്ടായ്മ ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ 2 ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഉണ്ട് നിലവിൽ. ഒരു ഗ്രൂപ്പില് 560ന്റെ മുകളിൽ ആൾക്കാരുണ്ട് ഗ്രൂപ്പില്. അതിലുള്ളവരൊക്കെ പല ഫീൽഡിലും വർക്ക് ചെയ്യണവരാണ്. യൂണിറ്റ് നടത്തുന്നവരുണ്ട്, ഭായിമാരിരുത്തി വർക്ക് ചെയ്യിക്കണവരുണ്ട്, സ്വന്തമായിട്ട് കടയിൽ കിട്ടണവർക്ക് ഇതുപോലെ തന്നെ ചെയ്യണവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് ഈ ഒരു രംഗത്ത് ഇത്രയും കാലം ഒരു 40 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് സഫിയക്ക് എന്താ തോന്നുന്നത്? ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു തൊഴിൽ കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും, ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒരുപാട് തോന്നുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യാതായിട്ട് ഒരു 15 വർഷത്തോളമായി. ഈ 15 വർഷത്തോളം ഞാൻ ഈ ജോലിയും കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് പോകുന്നത്. ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ല. വീട് പെൺപിള്ളേരുടെ ആവശ്യം വന്നപ്പോ വീടൊക്കെ വിറ്റ് ഇപ്പൊ വാടകക്കാണ്. ഒരു 6 വർഷമായിട്ട് ഇപ്പൊ വാടകക്കാണ് താമസിക്കുന്നത്. അപ്പൊ ആ വാടക കൊടുക്കലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ നിറവേറ്റി പോണത്. അതുകൊണ്ട് എനിക്ക് ഈ ജോലിയിൽ നല്ല വിശ്വാസമാണ്. പിന്നെ നമ്മുടെ ആരോഗ്യക്കുറവിന്റെ ഒരു പ്രശ്നമാണ് ഇതിൽ വന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തിരി വയ്യായികയൊക്കെ ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു നമ്മുടെ മനസ്സും അല്ലെ, നമുക്കൊരു മനസ്സുണ്ടാവുക ഒരു ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ജോലിയും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പലപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലെ? അവരിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്കറിയില്ല അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമല്ലേ നമുക്കത് ചെയ്യാൻ പറ്റൂല്ലോ എന്ന് അറിയുള്ളൂ. അപ്പൊ ആ ഒരു നമുക്ക് അറിയാവുന്ന ഒരു കൈത്തൊഴിൽ അല്ലെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവുമായിരിക്കും. ഒന്നെങ്കിൽ പടം വരയ്ക്കാനോ അങ്ങനത്തെ ചിത്ര തുന്നൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ വീട്ടിലിരുന്ന് അച്ചാറുണ്ടാക്കുക, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു വീട്ടമ്മ വൃത്തിയായി ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ആ അച്ചാർ വാങ്ങാനോ അല്ലെങ്കിൽ ആ പലഹാരം വാങ്ങാനോ ആളുകൾ മുന്നോട്ട് വരുമല്ലോ. ഒരു സ്ത്രീ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എപ്പോഴും അതിലൊരു കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട് അല്ലെ? അപ്പം അതേപോലെയാണ് ഏതൊരു ജോലി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ജോലി ചെയ്യാനും
കഴിയും. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് കഴിയും. സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകമായിട്ടൊരു കഴിവുണ്ടെന്ന് തോന്നുന്നു. എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിടും എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തയ്യലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് തയ്യൽ എന്ന് പറയുന്നത് നമുക്ക് ക്ഷമ വേണം. ഒന്നാമത്തെ കാര്യം ക്ഷമ വേണം. അത് ചെയ്യണം എന്നൊരു നമുക്ക് ഉള്ളിലൊരു താല്പര്യം വേണം. അതുണ്ടെങ്കിലാണ് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ തയ്യല് പഠിപ്പിച്ചിരുന്നു, കുറെ പിള്ളേർക്ക് തയ്യൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. കുറെ പിള്ളേർ എൻ്റെ അടുത്ത് തയ്യൽ പഠിച്ച് പോയിട്ടുണ്ട്. അതില് കുറച്ച് പേര് മാത്രം വിരലിലുണ്ടാവുന്നവര് മാത്രം ആ തൊഴിൽ ചെയ്യാൻ, ബാക്കിയുള്ളവർ തുടർന്ന് പോണില്ല. എന്താന്ന് വെച്ചാൽ അതിനോട് താല്പര്യം കാണിക്കുകയാണെങ്കിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ജോലിയും അങ്ങനെ തന്നെയാണ്, തയ്യല് പ്രത്യേകിച്ച്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ചില്ലറയല്ല ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നത്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഒരു കഴിവ് അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇതുകൂടിയാണ് അല്ലേ ഈ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷീൻ മാത്രം മതി, ഒരു മെഷീനും ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ തൊഴിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ മുമ്പെന്നൊക്കെ പറയണ നമ്മള് തയ്യലിന്റെ ക്ലാസ് അന്വേഷിച്ച് നടന്ന് പോയി പഠിക്കണം. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഓൺലൈൻ വഴിയൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ വഴി തന്നെ പൈസ അടച്ച് ഇപ്പൊ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതിലൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് ഇങ്ങനെ ഓൺലൈൻ വഴി തയ്യൽ ക്ലാസ്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ അതൊരു സാധ്യതയാണ് അല്ലേ, തുടർന്ന് പോകാൻ പറ്റുമെന്നുള്ളൊരു ഇതില് ഞാൻ അതൊക്കെ പറയണ നമുക്ക് തുടർന്ന് പോകണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ക്ലാസ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ ജോലിയുടെ ഇത് വന്ന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അത് അതിന്റെ ഞാൻ അതിലോട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഇതിനോട് തന്നെ അല്ല റെഡിമെയ്ഡിന്റെ ഒക്കെ തുടങ്ങിയാലോന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു പ്ലാൻ വന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം, ആലോചനയിൽ നിൽക്കണേണ്. തയ്യലിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് വന്നെന്ന് വരൂല. എപ്പോഴും നല്ല റിസൾട്ട് തന്നെ കിട്ടിയെന്ന് വരൂല. മോശം റിസൾട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ഓൾട്രേഷൻ തീർന്നില്ലെങ്കിൽ നമ്മൾ തുണിയെടുത്ത് ചെയ്ത് കൊടുക്കണ്ട, തുണിയെടുത്ത് ചെയ്ത് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഒരേപോലെ ഇരിക്കൂലല്ലോ. ഏത് തയ്യൽക്കാർക്കാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും തെറ്റ് പറ്റും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലവർക്ക് നമ്മൾ എന്തോരം നല്ല രീതിയിൽ തയ്ച്ചു കൊടുത്താലും ചിലവർക്ക് തൃപ്തിയാവാത്തവരുണ്ട്. ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ശരിയായില്ല എന്ന് പറയും. കാഴ്ചയില് നമുക്കൊരു പ്രശ്നം തോന്നൂല്ലെങ്കിൽ അവർക്കത് നോക്കുമ്പോൾ അവർക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലവർക്ക് ഇട്ട് നോക്കിയിട്ട് അപ്പം തന്നെ അങ്ങനെ വർക്ക് ഒരുപാട് അങ്ങനെയാണ് കൂടുതൽ എനിക്ക് ഉള്ളത്. വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. ഓരോരുത്തർ തയ്ച്ചിങ്ങനെ അയാള് പറഞ്ഞ് അവിടെ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ അങ്ങനെ വന്നുണ്ട്. കുറെ പഴയതുകൾ വിട്ടുപോകുമ്പോൾ കുറെ പുതിയതുകൾ നമുക്ക് കടന്നു വന്നുണ്ട് വർക്കുകൾ. പിന്നെ നിർത്തിയാലേ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉപജീവന മാർഗമല്ലേ, നമുക്ക് നിർത്തിക്കളഞ്ഞാൽ നമുക്ക് പറ്റൂലല്ലോ, നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പം തനിയെ തുന്നാൻ പറ്റില്ല വെച്ചാൽ വേറൊരാളെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും കൊണ്ടുപോകാമല്ലോ. നമുക്ക് അതിനുള്ള വർക്ക് വേണമല്ല. ഒരാളെ ഇരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കൊടുക്കാനുള്ളതും കൂടെ നമുക്ക് കിട്ടണ്ടേ. തയ്യലിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ മോള് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ ഒരുമിച്ചൊരു കടയിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാന്ന് പറയാറുണ്ട്. റെഡിമെയ്ഡും പിന്നെ അവള് ബ്രൈഡൽ വർക്ക് ചെയ്യണാണ്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു ആലോചനയിലുണ്ട്, നടപ്പാക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. അതെ, അപ്പൊ എന്തായാലും അത് നടപ്പാക്കണം. അപ്പോൾ തയ്യൽ ജീവിതത്തെക്കുറിച്ച്, തയ്യലിലെ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം നമ്മളോട് സംസാരിച്ചു. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് 40 വർഷമായി തയ്യൽ ജോലി ചെയ്തു വരുന്ന സഫിയ നാസറാണ്. ഇനി മിഷൻ പോഷൻ 2.0 ഇതേക്കുറിച്ച് ICDS ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി സംസാരിക്കുന്നു. ICDS അഥവാ സംയോജിത ശിശുവികസന സേവന പദ്ധതി, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ അഥവാ പോഷൻ അഭിയാൻ, കൗമാരപ്രായക്കാരായുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി അഥവാ സ്കീം ഫോർ അഡോളസെൻറ്റ് ഗേൾസ്, ഇങ്ങനെ ഈ 3 പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 എന്ന പുതിയ പദ്ധതിയിലേക്ക് നമ്മൾ ചുവടുവെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജനതയുടെ ആരോഗ്യ സംരക്ഷണവും
അതുപോലെ പോഷണ നിലവാരവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിലേക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ളത്. അംഗൻവാടികളുടെ ശാക്തീകരണം അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കുഞ്ഞുങ്ങളെ മികച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുക. അതായത് ഇപ്പോൾ നമുക്ക് പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു പ്രീ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, ഏർലി ചൈൽഡ്ഹുഡ് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ കാലേ കൂട്ടിയുള്ള പരിചരണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വികസനം, ഈ 3 കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ECCED എന്ന് പറയുന്ന പാക്കേജിലൂടെ നമ്മൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നത്. ഇപ്പോൾ സക്ഷം അംഗൻവാടിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മാത്രമല്ല, നമ്മളുടെ പോഷണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശുദ്ധമായ കുടിവെള്ളമാണ്. അപ്പോൾ ശുദ്ധജലം ലഭ്യമാക്കുന്നതിലേക്കായിട്ട് RO ഫിൽറ്റർ, അതുപോലെ നമുക്ക് പലയിടത്തും വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അവർക്ക് പ്രീ സ്കൂൾ പഠനത്തിൽ താല്പര്യം ഉണർത്തുന്നത് പോലെയുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫർണിച്ചർ, ടോയ്സ്, അത് ടോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡോർ പ്ലേ എക്യുപ്മെൻറ്റ്സും ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെൻറ്റ്സും അതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാക്കി, പഴങ്ങൾ ലഭ്യമാക്കി ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിലേക്കായിട്ട് പോഷകത്തോട്ടം ഒരുക്കാനും സക്ഷം അംഗൻവാടിയിൽ നമുക്ക് അനുമതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമേ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ICDSൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യം പൊതുജനങ്ങളുടെ പങ്കാളിത്തവും പിന്തുണയുമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിലേക്കായി അവർക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ പല വിഷയങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും 2 സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ വീതമാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ഓരോ ഇതിലും പ്രത്യേകമായി നമുക്ക് വിഷയങ്ങൾ തന്നുകൊണ്ട് അതായത് ആരോഗ്യത്തിനെയും പോഷണത്തെയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഉള്ള വിഷയങ്ങൾ തന്നുകൊണ്ട് അതിൽ ഉള്ള ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് പല സ്കീമുകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ സ്കീമുകളുടെ ഇൻ്റഗ്രേഷൻ, അതുപോലെ വിവിധ വകുപ്പുകളുടെ ഒരു കൺവെർജൻസോട് കൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. നമുക്ക് തദ്ദേശഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഫുഡ് സേഫ്റ്റി വകുപ്പ്, ഇങ്ങനെ നമ്മളുമായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെ അടുത്ത തലമുറയുടെയും ആരോഗ്യ സംരക്ഷണവും ന്യൂട്രീഷൻ നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആരെയൊക്കെയാണോ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കൺവെർജൻസ് നമ്മളിതിൽ വരുന്നുണ്ട്. ആയുഷ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് ബോധവൽക്കരണ പരിപാടികളിലാട്ടെ ആരോഗ്യ സംരക്ഷണത്തിലാട്ടെ ആയുഷിൻ്റെ സേവനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നോളജിക്കാണ് പോഷൻ 2.0യുടെ കീഴിൽ പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. ഓരോ ദിവസവും അംഗൻവാടി വർക്കർമാർ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ റിയൽ ടൈമായി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും അത് സൂപ്പർവൈസറുടെ തലം, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് തലം, ജില്ലാതലം, സംസ്ഥാന തലം, കേന്ദ്ര തലത്തിൽ വരെയും ഒരേ ദിവസം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. അവിടുത്തെ പ്രീ സ്കൂൾ പ്രവർത്തനം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം, ഓരോ സമയത്തും അവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്താനും അത് മോണിറ്റർ ചെയ്യാനും, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചാ നിരീക്ഷണം ICDSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. കാരണം കുഞ്ഞുങ്ങളുടെ പ്രായാനുസൃതമായിട്ട് അവർക്ക് ഉയരം വയ്ക്കുന്നുണ്ടോ, അവരുടെ തൂക്കം കൂടുന്നുണ്ടോ, അത് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലാണോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ പോഷണ നിലവാരം വളരെ വ്യക്തമായി തന്നെ നമുക്കതിൽ റിപ്പോർട്ടായിട്ട് ലഭിക്കും. അതനുസരിച്ചുള്ള ഇടപെടൽ സാധ്യതകളും നമുക്കുണ്ട്. പിന്നെ ഉള്ളത് ഈ ICDSൽ വരുന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ 0 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പാലുട്ടുന്ന അമ്മമാർ, അതുപോലെ അഡോളസെൻ്റ് കുട്ടികൾ എന്നുള്ളവർക്കാണ് നമ്മൾ ഈ പ്രോഗ്രാംസിലൂടെ ഫുഡ് കൊടുക്കുന്നതും അവരുടെ പോഷണ നിലവാരം രേഖപ്പെടുത്തുന്നതും ഒക്കെ. എന്നാൽ നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും പോഷണ നിലവാരം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പോഷൻ 2.0യുടെ ഭാഗമായി തന്നെയാണ് നമുക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന അരി ഫോർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്.
കാരണം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും നമ്മുടെ പ്രായത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ പോഷണങ്ങളും അതായത് മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസും ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ. അപ്പോൾ പോഷൻ 2.0 നടപ്പിലായതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ പോഷണ നിലവാരത്തിൽ വളരെയധികം വ്യത്യാസം നമുക്കറിയാനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാര രീതികളിലൂടെ അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാനുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അനീമിയ റിഡക്ഷൻ, അനീമിയ റേറ്റ്, പോഷണ അഭിയാൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിലെ ഉയരക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതെയാക്കുക, അതുപോലെ അവരിലെ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതെയാക്കുക, അനീമിയ നിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിൻ്റെ ജനന സമയത്ത് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളുടെ, നോർമൽ തൂക്കമില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആ ഒരു നിരക്ക് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പോഷൺ അഭിയാൻ. അപ്പോൾ എല്ലാ സർവീസുകളും കൂടി ഒരു കുടക്കീഴിൽ ICDS അംബ്രല എന്ന രീതിയിലാണ് നമ്മൾ സെക്ഷൻ 2.0 പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മിഷൻ പോഷൻ 2.0 ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ICDS ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായലക്ഷ്മി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. സഹയ